നമസ്കാരം. ശ്രേയസിലേക്ക് സ്വാഗതം. മെലിയാനുള്ള വഴികൾ വളരെയധികം പേര് അന്വേഷിക്കുന്ന, ഗൂഗിൾ ചെയ്യുന്ന ഒരു വിഷയമാണിത്. നമ്മൾ ഇപ്പോൾ ആരും തന്നെ സാധാരണഗതിയിൽ മെലിയുന്നതിനെ പറ്റി ആലോചിക്കാറില്ല. കാരണം എല്ലാവരും ഭൂരിഭാഗം പേരും തടിയുള്ള ഒരു വീട്ടിലാണെങ്കിൽ 8-10 അംഗങ്ങളുടെയും 4-5 അംഗങ്ങളുടെയും ഭൂരിഭാഗം പേര് അച്ഛനും അമ്മയും മക്കളും ഒക്കെ തടിയുള്ളവരാകുമ്പോൾ സ്വാഭാവികമായിട്ടും തടിയെപ്പറ്റി, വണ്ണത്തെപ്പറ്റി ആരും ആലോചിക്കാറില്ല. പുറത്തേക്ക് ഇറങ്ങിയാലും ഓഫീസിലായാലും 10 പേരിൽ 6 പേരോ 7 പേരോ എങ്കിലും ഒബേസായിരിക്കും. ഒബേസായ ആളുകൾ ഒബേസ് അല്ലാത്ത ആളുകളോട് എന്താ പറ്റി മെലിഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കുക. എന്നോട് ചോദിക്കാറുണ്ട് പറയാറുണ്ടോ, എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് പറയാറുണ്ടോ. അപ്പോൾ അവർക്കായിട്ട് മെലിയാനുള്ള വഴികൾ ആലോചിക്കുന്നവർക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണിത്. എങ്ങനെയാണ് നമ്മൾ ഒബേസ് ആകുന്നത് എന്ന് കാണണം. നമ്മൾ ഒബേസ് ആകുന്നത് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റും ഫാറ്റും ശരീരം ഡൈജസ്റ്റ് ചെയ്ത് എനർജിക്ക് ഉപയോഗിക്കപ്പെടാതെ സ്റ്റോക്ക് ചെയ്യപ്പെടുന്നതാണ് നാം അമിതവണ്ണത്തിലേക്ക് നയിക്കാൻ കാരണം. അതുകൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ആഹാരം ഹെൽത്തി ആക്കുക എന്നുള്ളതാണ്, ഫൈബർ അടങ്ങിയ ആഹാരം ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം എക്സസൈസ് ചെയ്യുക. അപ്പോൾ എക്സസൈസ് ചെയ്യുക, പ്രോട്ടീൻ ഡെൻസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, മില്ലറ്റ് അടങ്ങിയ കാർബോഹൈഡ്രേറ്റ് കഴിക്കുക. ഫൈബർ നമ്മുടെ ശരീരത്തിൽ പോയിട്ട് കുടലുകളുടെ ഒരു ആവരണം തീർത്തിട്ട് കാർബോഹൈഡ്രേറ്റ് അബ്സോർപ്ഷൻ സ്ലോ ഡൗൺ ചെയ്യും. അത് ഗട്ട് ബാക്ടീരിയയെ ഹെൽത്തിഫൈ ചെയ്യും. ഗട്ട് ബാക്ടീരിയ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒബേസിറ്റിയെ കുറയാൻ സഹായിക്കും. അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഒബേസിറ്റി കുറയ്ക്കാൻ പറ്റും. ഒബേസിറ്റി കുറയ്ക്കണമെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം എന്തിന് കുറയ്ക്കണം എന്നുള്ളതാണ്. ഒബേസിറ്റി എത്ര തരം ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ പാരമ്പര്യമായിട്ട് ജനിതകമായിട്ട് ഒബേസായ ആളുകളുണ്ടാകും, അത് കുഴപ്പമില്ല. അതേസമയം ലിവറിൽ അതുപോലെ ഇൻറ്റേർണൽ ഓർഗൻസിലൊക്കെ സ്റ്റോക്ക് ചെയ്യപ്പെടുന്ന വിസറൽ ഫാറ്റ് നമ്മെ അറ്റാക്കിലേക്ക്, സ്ട്രോക്കിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ ദിവസവും 2 നേരമെങ്കിലും ഒരു 100 ഗ്രാം, 2 നേരമായിട്ട് ഒരു 100 ഗ്രാമിൽ കുറഞ്ഞ പോസിറ്റീവ് മില്ലറ്റ്സ്, ദോശ, അപ്പം, ഉപ്പുമാവ്, കഞ്ഞി പോലുള്ള വിഭവങ്ങളാക്കി കഴിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്കിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും, ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. ഷുഗറിൻ്റെ അളവ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ടും ആദ്യത്തെ മാസം ഒരു 2 കിലോ 3 കിലോ എങ്കിലും കുറയും. ദെൻ അടുത്ത മാസങ്ങളിലായിട്ട് നമുക്കൊരു 5-6 മാസം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു റൈറ്റ് ആയിട്ടുള്ള വെയിറ്റിലേക്ക് വരാൻ പറ്റും. കുറച്ച് റോ വെജ് ഉപയോഗിക്കണം, കുറച്ച് പച്ചക്കറി ഉപയോഗിക്കണം. 25% കൂടുതൽ കാർബ് ഉപയോഗിക്കാൻ പാടില്ല. അത് തന്നെ മില്ലറ്റ് ആക്കുക. മില്ലറ്റ് ആക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ വെയിറ്റ് ലോസിന് സഹായിക്കും. ഓക്കെ, മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.